അപ്പൊ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന കോഴ്സ് എന്ന് പറയുന്നത് ബിൽഡിംഗ് ഇൻഫർമേഷൻ മോഡലിംഗിന്റെ കോഴ്സാണ്. ഓക്കെ, ഓക്കെ. ബിം എന്നാണ് നമ്മൾ ഇതിനെ ടോട്ടലായിട്ട് പറയാം. അപ്പൊ ഈ ബിൽഡിംഗ് ഇൻഫർമേഷൻ മോഡലിംഗ് ഞാനൊരു പവർ പോയിന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പക്ഷെ ഞാൻ സെൻഡ് ചെയ്ത് തരാം. നമ്മൾ അതിന്റെ ഓക്കെ. ഒരുപാട് തിയറീസിലേക്കൊന്നും പോകുന്നില്ല, കാരണം നമുക്ക് തിയറി അല്ല വേണ്ടത്, സോഫ്റ്റ്വെയർ സ്കില്ലാണ് വേണ്ടത്. എന്നാലും അതെ, ജസ്റ്റ് അതെ. ഒരു ബേസിക് എന്താണിത് ഐറ്റം എന്ന് അറിയണ്ടേ. ഓക്കെ, അത് അതെ. എന്തുകൊണ്ടാണെന്നുള്ള ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കണ്ടില്ലേ, ബിൽഡിംഗ് ഇൻഫർമേഷൻ മോഡലിംഗ്. അതായത് ഒരു ഓ, ബിൽഡിങ്ങിന്റെ A to Z ഇൻഫർമേഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സോഫ്റ്റ്വെയറിൽ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റും. കുറെ പേര് തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഈ ബിം എന്ന് പറയുന്ന ഒരു ഒറ്റ സോഫ്റ്റ്വെയർ ആണെന്നുള്ളതാണ്. ഓക്കെ, ബിം എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഒരിക്കലും എന്തല്ല, ബിം ഒരു സിംഗിൾ സോഫ്റ്റ്വെയർ അല്ല. ഓക്കെ, ഓക്കെ. ഒരുപാട് സോഫ്റ്റ്വെയറുകളുടെ ഒരു പാക്കേജ് ആണ്. അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് റിവെറ്റ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ. ബിൽഡിംഗ് ഇൻഫർമേഷൻ ഓ, മോഡലിംഗിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ് റിവെറ്റ് എന്ന് പറയുന്നത്, കൺസ്ട്രക്ഷൻ ഓക്കെ. ഫീൽഡിൽ. ഓക്കെ, ഓക്കെ. ഇനി വേറെ ബിം സോഫ്റ്റ്വെയർ ഏതെങ്കിലും അറിയാൻ പറ്റുമോ? വേറെ റിവെറ്റ് അല്ലാതെ വേറെ ഏതെങ്കിലും ബിം സോഫ്റ്റ്വെയർ ഉണ്ടോ എന്ന് അറിയാൻ പറ്റും? ഉണ്ട്, സിവിൽ 3D കേട്ടിട്ടുണ്ടോ? അതെ. കേട്ടിട്ടുണ്ട്, സിവിൽ 3D കേട്ടിട്ടുണ്ട്. ഒരു ബിം സോഫ്റ്റ്വെയർ ആണ്. അത് മെയിൻ ആയിട്ട് ഓക്കെ. നമ്മൾ റോഡ്, ഓക്കെ, റെയിൽവേ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അത് നമുക്ക് അതെ. എന്തിൽ യൂസ് ചെയ്യാൻ പറ്റില്ല, കൺസ്ട്രക്ഷൻ ഫീൽഡിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ റോഡ് റെയിൽവേ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് റിവെറ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഓരോ അതെ. കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തുണ്ട്, ഓരോരോ സോഫ്റ്റ്വെയറുകൾ ഉണ്ട്. പിന്നെ ടെക്ല ഓക്കെ. എന്ന് കേട്ടിട്ടുണ്ടാവും, ടെക്ല. ഓക്കെ, അത് സ്ട്രക്ചറൽ അനാലിസിസ് ആണ് ടെക്ല ചെയ്യുന്നത്, കൂടുതലായിട്ട് ചെയ്യുന്നത്. ഓക്കെ, ഓക്കെ. അതായത് ഒരു ബിൽഡിങ്ങിന്റെ അനാലിസിസ്, ഒരു സ്റ്റേഡിയത്തിന്റെ അനാലിസിസ്, ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്തിലായിരിക്കും, ടെക്ലയിലായിരിക്കും. പിന്നെ ആർക്കി കാഡ്, ഓക്കെ, പണ്ടത്തെ സോഫ്റ്റ്വെയർ ആണ് ആർക്കി കാഡ്. പിന്നെ ഓ, ഇക്കോസിം, ഓക്കെ, ഓക്കെ. മൈക്രോ സ്റ്റേഷൻ, അങ്ങനത്തെ ഒരുപാട് എന്തുണ്ട് ബിം സോഫ്റ്റ്വെയറുകൾ ഉണ്ട്. ഓക്കെ. പക്ഷേ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, റിവെറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. ഇനി ഒരു ബിൽഡിങ്ങിന്റെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ എന്ന് പറയുകയാണെങ്കിൽ ജസ്റ്റ് ആർക്കിടെക്ചർ മാത്രമല്ലല്ലോ, അതെ. എന്തുണ്ട്, സ്ട്രക്ചറൽ വർക്ക് വരും, വരുന്നുണ്ട്. മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് വർക്ക് അതെ. വരും. അപ്പൊ ഒരു ബിൽഡിങ്ങിന്റെ A to Z എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ ഡിസിപ്ലിനും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടി ഓക്കെ. വരും. ഓക്കെ, അതുകൊണ്ടാണ് എന്ത് പറയുന്നത്, ബിൽഡിംഗ് ഇൻഫർമേഷൻ മോഡലിംഗ് ഇൻക്ലൂഡ് ആർക്കിടെക്ചർ ഡിസിപ്ലിൻ, സ്ട്രക്ചർ ഡിസിപ്ലിൻ, MEP ഡിസിപ്ലിൻ. ഓക്കെ. ഈ 3 ഡിസിപ്ലിൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിവെറ്റ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പ്ലസ് ഓക്കെ. എക്സ്ട്രാ എന്ത് വരുന്നുണ്ട്, നമുക്ക് നേവിസ് വർക്സ് എന്ന് പറഞ്ഞിട്ട് സോഫ്റ്റ്വെയറും കൂടി ചെയ്താലാണ് ബിം കംപ്ലീറ്റ് ആവുള്ളൂ. ഓക്കെ. കാരണം ഈ 3 ഡിസിപ്ലിൻ തമ്മിലുള്ള ക്ലാഷുകൾ, അതിന്റെ മാനേജ്മെന്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് എന്തിലാണ്, ഈ ഒരു സോഫ്റ്റ്വെയറിലാണ്. ഓക്കെ. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഡയറക്റ്റ് നമുക്ക് നേവിസ് വർക്സ് പഠിക്കാൻ പറ്റില്ല, കാരണം റിവെറ്റ് കഴിഞ്ഞിട്ടേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നേവിസിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യും, ആർക്കിടെക്ചറിലത്തെ വർക്കുകൾ പഠിക്കും. അതായത് വോള്, ഡോറ്, വിൻഡോ, ബിൽഡിങ്ങിന്റെ മോഡലിംഗ്, സീലിംഗ്, സ്റ്റെയർ, റാമ്പ്, റെയിലിംഗ്. ഓക്കെ, പിന്നെ നമ്മൾ എന്ത് ഓക്കെ. പറയും, ടോപ്പോഗ്രഫി, വാക്ക് ത്രൂ, റെൻഡറിങ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ആർക്കിടെക്ചറിലത്തെ ഡിസിപ്ലിനിൽ പഠിക്കും. സ്ട്രക്ചറിൽ എന്തൊക്കെ വരിക, ഫൂട്ടിങ്ങുകൾ, ഷെല്ല്. ഓക്കെ. ബീംസുകൾ, കോളംസ്, അതിന്റെ സ്റ്റീലിന്റെ സ്ട്രക്ചറുകൾ, ട്രസ് വർക്കുകൾ. പിന്നെ ഏറ്റവും മെയിൻ ആയിട്ട് വരുന്ന എന്തായിരിക്കും, റീബാറിങ് വരുന്നുണ്ട്. പിന്നെ സ്റ്റീലിന്റെ കണക്ഷൻസ്, നട്ട് ബോൾട്ട് കണക്ഷൻസ് വരുന്നുണ്ട്. അതൊക്കെ നമ്മൾ എന്തിൽ പോകും, സ്ട്രക്ചറിൽ പോകും. സ്ട്രക്ചറിൽ വരും. പിന്നെ വരുന്നത് MEP, മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ പ്ലംബിങ്. അതിന് ഓക്കെ. മെക്കാനിക്കലിൽ നമുക്ക് എന്ത് വരുന്നുണ്ട്, HVAC എന്ന് പറയും, ഹീറ്റിംഗ്, വെന്റിലേഷൻ, എയർ കണ്ടീഷനിങ്. ഓക്കെ, ഓക്കെ. ഡക്ട് സിസ്റ്റം, വെന്റിലേഷൻ സിസ്റ്റം ഒക്കെ അതിൽ പെടും. പിന്നെ എന്ത് വരും, ഫയർ ഫൈറ്റിംഗ് സിസ്റ്റം നമ്മൾ എന്താണ്, മെക്കാനിക്കൽ ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് ചെയ്യേണ്ടി വരിക. ഓക്കെ. നമ്മളുടെ നാട്ടിൽ മാത്രമാണ് ഈ ഫയർ സിസ്റ്റത്തിന് ഒരു സിഗ്നിഫിക്കൻസ് ഇല്ലാത്തതുള്ളൂ. ഗൾഫ് അതെ. കൺട്രീസിൽ പോവുകയാണെങ്കിൽ എന്താണ്, ആദ്യം ഫയർ ഫൈറ്റിംഗ് അപ്രൂവൽ ആയാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, MEPക്ക് അപ്രൂവൽ കിട്ടുള്ളൂ. പിന്നെ ഓക്കെ. ഇലക്ട്രിക്കൽ എന്തൊക്കെ വരുന്നുണ്ട്, ലോ വോൾട്ടേജ് സിസ്റ്റം വരുന്നുണ്ട്. അതായത് നമ്മുടെ 230 വോൾട്ടും 415 വോൾട്ടും ഇന്ത്യൻ കണ്ടീഷനിലാണെങ്കിൽ കേട്ടോ. ഓക്കെ. പിന്നെ വരുന്ന എന്താണ്, ഫയർ അലാറം സിസ്റ്റം വരുന്നുണ്ട്, അല്ലെ? ഓക്കെ. എക്സ്ട്രാ ലോ വോൾട്ടേജ് ഫയർ അലാറം സിസ്റ്റം വരും, നെറ്റ്വർക്കിംഗ് സിസ്റ്റം വരും, CCTV സിസ്റ്റം വരും, ആക്സസ് ഓക്കെ. ഡോർ വരും, BMS സിസ്റ്റം വരും. ഇതൊക്കെ എന്തിൽ വരുന്നതാണ്, ELV സിസ്റ്റത്തിൽ വരുന്നതാണ്. അതൊക്കെ രണ്ടെന്തിൽ യെസ്. വരുന്ന, ഇലക്ട്രിക്കൽ ഡിസിപ്ലിനിലാണ് വരുന്നത്. പിന്നെ ഓക്കെ. ഉം. പ്ലംബിങ്ങിൽ വരുന്ന എന്തായിരിക്കും, കോൾഡ് വാട്ടർ, ഹോട്ട് വാട്ടർ, അല്ലെ? ഡൊമസ്റ്റിക് കോൾഡ് വാട്ടറും ഡൊമസ്റ്റിക് ഹോട്ട് വാട്ടർ. ഹോട്ട് വാട്ടർ. അത് മേ ബി എന്താവാം, ഹീറ്ററിൽ നിന്ന് വരുന്നതാവാം, അതല്ലെങ്കിൽ ഒരു കോമൺ ബോയിലർ വെച്ചിട്ട് അവിടെ നിന്ന് വരുന്നതാവാം. ഓക്കെ. ഓക്കെ, പിന്നെ എന്താണ് പ്ലംബിങ്ങിൽ വരുന്ന അടുത്ത സിസ്റ്റം എന്തായിരിക്കും, സാനിറ്ററി, അല്ലെ? സാനിറ്ററി അതെ. സിസ്റ്റം. അതായത് നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയുകയാണ്, ഞാനൊരു വാഷ് ബേസിൻ വെച്ചിട്ടുണ്ട്, അതിനെ പ്ലംബിംഗ് ഫിക്സ്ചർ എന്ന് പറയും, അല്ലെ? ഈ വാഷ് അതെ. ബേസിൽ എനിക്ക് എന്ത് ചെയ്യണം, കൈ കഴുകണം. കൈ കഴുകാനായിട്ട് എനിക്ക് നല്ല വെള്ളം വേണം. അതാണ് എന്ത്, ഡൊമസ്റ്റിക് കോൾഡ് വാട്ടർ എന്ന് പറയുന്നത്. അത് ഞാൻ കൈ ഓ, കഴുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായി, വേസ്റ്റ് വാട്ടർ ആയിപ്പോയി. ആ വേസ്റ്റ് വാട്ടറിന്റെ ഡിസ്പോസലാണ് എന്ത് പറയുന്നത്, സാനിറ്ററി എന്ന് ഡ്രെയിനേജ്. പറയുന്നത്.
ഓക്കെ. അപ്പൊ പ്ലംബിംഗ് എന്ന് പറയുന്നത് എന്താണ്? പ്ലംബിംഗ് ഫിക്സ്ചർ, കോൾഡ് വാട്ടർ, സാനിറ്ററി, അതിൽ വരുന്ന ടാങ്കുകൾ, അതിൽ വരുന്ന പൈപ്പുകൾ, അതിൽ വരുന്ന ഫിറ്റിങ്സ്, അതിൽ വരുന്ന വാൽവുകൾ, അങ്ങനെ കംപ്ലീറ്റ് നെറ്റ്വർക്ക് കൂടി ചേർന്നിട്ടുള്ള സിസ്റ്റമാണ് പ്ലംബിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. ഓക്കെ, അപ്പൊ സാനിറ്ററി സിസ്റ്റം ചെയ്യും, കോൾഡ് വാട്ടർ ചെയ്യും, ഹോട്ട് വാട്ടർ ചെയ്യും. പിന്നെ എന്ത് വരും? അതിൽ മാൻ ഹോൾസ് വരുന്നുണ്ട്. ഓക്കെ, ഒരുപാട് അസംബ്ലീസ് അതിൽ ഇഷ്ടം പോലെ വരുന്നുണ്ട്. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ഡിസ്കസ് ചെയ്യും. അതിനുശേഷം ഓക്കെ. എന്ത് ചെയ്യും? നമ്മൾ റിവെറ്റിൽ തന്നെ എന്ത് ചെയ്യും? നമുക്ക് ക്ലാഷ് ഡിറ്റക്ഷൻ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് എന്താണ്? സെയിം ഡിസിപ്ലിൻ, ഇപ്പൊ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് തമ്മിൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും, ക്ലാഷ് ഡിറ്റക്ഷൻ ചെയ്യാൻ പറ്റും. പിന്നെ കുറച്ച് നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആർക്കിടെക്ചറും MEP തമ്മിലും ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ നേവിസ്വർക്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു വർക്ക് ഉണ്ടല്ലോ, നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നേവിസ്വർക്സ് യൂസ് ചെയ്യുന്നത്. മാത്രമല്ല, നമ്മുടെ ഒരു ക്ലയന്റിന്റെ അടുത്തേക്ക് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ റിവെറ്റിലല്ല ഫയൽ കൊണ്ടുപോവുക, എപ്പോഴും നേവിസ്വർക്സിലെ കൊണ്ടുപോവുക. കാരണം ഓക്കെ. ഫയലിന്റെ സൈസ് ചെറുതായിരിക്കും, നമുക്ക് നാവിഗേറ്റ് ചെയ്യാനും ഒരാളെ കൺവിൻസ് ചെയ്യാനും ഒക്കെ റെൻഡറിങ് ഒക്കെ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. പിന്നെ ഏറ്റവും വലിയൊരു യൂസ് എന്ന് പറയുന്നത് നേവിസ്വർക്സിന്റെ പ്രൈമവേര പോലുള്ള സോഫ്റ്റ്വെയറുകൾ, പ്രൊജക്ട് മാനേജ്മെന്റ് സോഫ്റ്റ്വെയറുകൾ നമുക്ക് ലിങ്ക് ചെയ്തിട്ട് വർക്ക് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. MS പ്രൊജക്ട്, പ്രൈമവേര. ഓക്കെ, ഏറ്റവും വലുതായത് വരുന്നത് പ്രൈമവേരയാണ് വരുന്നത്. ഓക്കെ, മാനേജ്മെന്റിൽ അതിൽ താഴെയാണ് MS പ്രൊജക്ട്, അതിന് താഴെയാണ് എന്ത് വരുന്നത്? എക്സൽ ഷീറ്റ് വരുന്നത്. അപ്പൊ ചെറിയൊരു ബിൽഡിംഗ് ഒക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? എക്സലിൽ ചെയ്യും. കുറച്ചും കൂടി വലിയ പ്രൊജക്ട് ആണെങ്കിൽ MS പ്രൊജക്റ്റിൽ ചെയ്യും. ഒന്നിലധികം പ്രൊജക്ടുകൾ നമുക്കൊരു കമ്പനിക്കൊക്കെ ഉണ്ടെങ്കിൽ കൂടുതലായിട്ട് നമ്മൾ എന്താ യൂസ് ചെയ്യുക? പ്രൈമവേര P6 എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ് യൂസ് ചെയ്യുക. അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നേവിസ്വർക്സിലോട്ട് കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും? വർക്ക് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. ഇത്രയൊക്കെയാണ് എന്ത് പറയുന്നത്? നമ്മൾ കോമൺ ആയിട്ട് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ. പിന്നെ ഇതിന്റെ ടെക്നിക്കൽ ടൈംസ് ഒക്കെ പറയുകയാണെങ്കിൽ ഇവിടെ ഒരുപാട് ടെക്നിക്കൽ ടൈംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, പക്ഷെ അതൊന്നും ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഇപ്പൊ തൽക്കാലം ഡിസ്കസ് ചെയ്യുന്നില്ല, കൺഫ്യൂഷൻ ആക്കുന്നില്ല. ഇത് ജസ്റ്റ് വായിച്ച് നോക്കിയിട്ട് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ ഓക്കെ. മതി. ഇനി ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. 3Dയുടെ മോഡൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, ഒന്നിലധികം ഡിസിപ്ലിൻസ് കോർഡിനേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. ഓക്കെ, ഇപ്പോൾ CAD അറിയുന്ന ഒരാളായതുകൊണ്ട് ഞാൻ പറയാണ്, നമ്മളിപ്പോൾ ഒരു 20 നിലയുള്ള ഒരു ബിൽഡിംഗ് നമ്മൾ പണിയാണ്. ഓക്കെ, എല്ലാതും എന്താണ്? ടിപ്പിക്കൽ അല്ല, ഡിഫറെന്റ് ഫ്ലോർ ആണെങ്കിൽ നമ്മൾ 20 ബിൽഡിങ്ങിന്റെ ഫ്ലോർ പ്ലാൻ, 20 നിലയുടെ സെക്ഷൻ, ഓക്കെ, അതിന്റെ ഉള്ളിലത്തെ സെക്ഷൻ വേറെ, എലിവേഷൻ, ഓക്കെ. ഓക്കെ, അതല്ലാതെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? സെപ്പറേറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് വെക്കേണ്ടി വരും. HVAC വേറെ, ആർക്കിടെക്ചറിൽ വേറെ, സ്ട്രക്ചറിൽ വേറെ. ഓക്കെ, നമുക്കൊരു 1000 ഡ്രോയിങ്, 1500 ഡ്രോയിങ് എന്ത് വരും? വലിയൊരു പ്രൊജക്ട് ആണെങ്കിൽ വരും. മാത്രല്ല 3D വിഷ്വലൈസേഷൻ കിട്ടൂല, അല്ലേ? 3D അതെ. കിട്ടില്ലല്ലോ ഓട്ടോകാഡിൽ, 2D കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് എങ്ങനെ അതെ. അറിയാൻ പറ്റുക വേറെ രണ്ട് സർവീസ് നമ്മൾ ക്ലാഷ് ഉണ്ടോ എന്നുള്ളത് എങ്ങനെ അറിയാൻ പറ്റുക? അറിയുന്നത് എവിടെയായിരിക്കും? സൈറ്റിൽ പോയിട്ട് വർക്ക് ചെയ്യുമ്പോഴേ അറിയുള്ളൂ. അപ്പൊ അത് റീവർക്ക് ആയിട്ട് മാറും. അതെ. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു പ്രൊജക്ടിന്റെ 20% വർക്ക് എന്തിനാണ് വരുന്നത്? ഒരു കോസ്റ്റ് നമ്മൾ കണക്കാക്കുന്നത് എന്തിനാണ്? റീവർക്കിനാണ് 20% കണക്കാക്കുന്നത്. അപ്പൊ നമ്മൾ ബിമ്മിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ, റിവറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ 20% തന്നെ അപ്പൊ തന്നെ എന്ത് വന്നു? നമുക്ക് ലാഭത്തിലേക്ക് വന്നു. അതുകൊണ്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ബിം എന്ന് പറഞ്ഞിട്ടുള്ള എന്ത് ടൂൾ യൂസ് ചെയ്യുന്നത് ഇതിൽ. അപ്പൊ 3Dയുടെ മോഡൽ ക്രിയേറ്റ് ചെയ്യാം, കോസ്റ്റ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും, ടൈം സേവ് ചെയ്യാൻ പറ്റും. കാരണം എന്തായിരിക്കും? സെക്ഷൻ, എലിവേഷൻ ഒക്കെ ഓട്ടോമാറ്റിക് ആണ്, നമ്മൾ വരയ്ക്കേണ്ട യാതൊരു കാര്യമില്ല. അതെ. നമ്മൾ ജസ്റ്റ് പ്ലാൻ വ്യൂ വരയ്ക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് കിട്ടും? എലിവേഷൻ കിട്ടും. ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് Elevation കഴിഞ്ഞാൽ സെക്ഷൻ കിട്ടും. section കിട്ടും. 3D വ്യൂ ഓട്ടോമാറ്റിക് ആയിട്ട് വന്നിട്ടുണ്ടാവും. ഓക്കെ, ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൽ ഷെഡ്യൂളിംഗ്, മെറ്റീരിയൽ ടേക്ക് ഓഫ്, ക്വാണ്ടിറ്റി ടേക്ക് ഓഫ് ഒക്കെ എടുക്കാൻ പറ്റും. ഇതൊക്കെ പറ്റും. നമ്മൾ ഇതിൽ പഠിക്കുന്നുണ്ട്. പിന്നെ ഷോപ്പ് ഡ്രോയിങ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് വളരെ ഈസിയാണ്. ഓക്കെ. കാരണം എല്ലാ വ്യൂവും നമ്മുടെ കയ്യിലുണ്ട്. നമുക്ക് ആവശ്യമുള്ള വ്യൂസ് പെട്ടെന്ന് എടുത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇഷ്ടപ്പെട്ടുള്ള ഷീറ്റ് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഓട്ടോകാഡിലത്തെ പോലെ നമുക്ക് ബുദ്ധിമുട്ടില്ല. ഓക്കെ, ഓക്കെ. നമുക്ക് ഓട്ടോകാഡിൽ ചെയ്ത പോലെ ഈ ടൈറ്റിൽ ബ്ലോക്ക് എല്ലാം സെറ്റ് ചെയ്ത് സ്കെയിൽ എല്ലാം 1:100 എല്ലാം ചെയ്യാൻ പറ്റും, 1:50 എല്ലാം ചെയ്യാൻ എല്ലാം പറ്റും. വർക്ക് അതിനുകൾ ചെയ്യാം. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. നിങ്ങൾ ലേഔട്ട് ഒന്നും ഓക്കെ. ചെയ്യേണ്ട കാര്യമില്ല ഇതിൽ. ഓക്കെ. ഓക്കെ. കാരണം നിങ്ങൾക്ക് ഓരോ വ്യൂവിനും സെപ്പറേറ്റ് സ്കെയിൽ കൊടുക്കാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്, ഓക്കെ. ഓക്കെ. അല്ലേ? നമ്മൾ ശരിക്കും നിങ്ങൾ ഓട്ടോകാഡിൽ നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ ലേഔട്ട് ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റ് ആയിട്ട് അത് ചെയ്തില്ലെങ്കിൽ, സ്കെയിൽ ഡ്രോയിങ് കൊടുത്തില്ലെങ്കിൽ തെറ്റുപറ്റും. കാരണം നിങ്ങളിപ്പോൾ ഒരു ആർക്കിടെക്ചറിന്റെ കറക്റ്റ് സ്കെയിൽ കൊടുത്തില്ലെങ്കിൽ MEP-കാർ അത് വെച്ചിട്ടാണ് ചെയ്യുക. അതെ. അപ്പൊ സ്കെയിലിംഗ് തെറ്റിപ്പോവും. പക്ഷെ ഇതിൽ അങ്ങനെ സ്കെയിൽ തെറ്റില്ല. കാരണം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓരോ വ്യൂവിനും സെപ്പറേറ്റ് ആയിട്ടുള്ള എന്തുണ്ട്? സ്കെയിൽ ചെയ്യാൻ പറ്റും. ഓക്കെ. ഓക്കെ, അതൊക്കെ നമ്മൾ എന്തിൽ പഠിക്കും? ഷീറ്റ് ഒക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് മനസ്സിലാവും. ഓക്കെ, ഇത്രയ്ക്ക് എളുപ്പമായിരുന്നോ? പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ റിവെറ്റിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള ഒരു ഡ്രോയിങ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓട്ടോകാഡിലോട്ട് കൺവേർട്ട് ചെയ്യാം. ഓക്കെ. ഇപ്പൊ സബ്മിഷൻ എന്താണ് ഓട്ടോകാഡിൽ ചെയ്യാൻ പറയുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഓട്ടോകാഡിൽ ഓട്ടോകാഡിലോട്ട് കൊണ്ടുപോകും. കൺവേർട്ട് ചെയ്യാം, ഇൻക്ലൂഡിങ് ലേയേഴ്സ് ആയിട്ട് വരും. ഓക്കെ, ഓക്കെ. ലേയേഴ്സ് നമുക്ക് സെപ്പറേറ്റ് ക്രിയേറ്റ് ചെയ്യാൻ യാതൊരു കാര്യമില്ല, ഓട്ടോമാറ്റിക് ആയിട്ട് ലേയേഴ്സ് ആയിട്ട് വരും. ഓക്കെ. ഓക്കെ. ഓക്കെ, അപ്പൊ ഇത്രയ്ക്ക് കാര്യങ്ങൾ നമുക്ക് എന്തിൽ ചെയ്യാൻ പറ്റും? ബിമ്മിൽ ചെയ്യാൻ പറ്റും. കൺസ്ട്രക്ഷൻ ഫീൽഡ് ആയതുകൊണ്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് എന്താണ്? റിവെറ്റും നേവിസ്വർക്സ് ആണ് യൂസ് ചെയ്യുന്നത്, കൺസ്ട്രക്ഷൻ ഫീൽഡ് ആയതുകൊണ്ട്. ഓക്കെ, 99% എന്തായിരിക്കും?
കൺസ്ട്രക്ഷനിൽ റിവറ്റ് ആയിരിക്കും. ഓക്കെ, ഇനിയിപ്പോൾ റോഡ് റെയിൽവേ ആണെങ്കിൽ നമ്മൾ മെയിൻ ആയിട്ട് എന്ത് ചെയ്യും? സിവിൽ 3D യൂസ് ചെയ്യും. സ്റ്റേഡിയം പോലത്തെ വർക്ക് ആണെങ്കിൽ നമ്മൾ ടെക്കിലെ പ്രിഫർ ചെയ്യും. ഓക്കെ, ആർക്കിടെക്ചറിന്റെ കൂടുതലാണെങ്കിൽ ഈക്കോസിം നമ്മൾ എന്ത് ചെയ്ത് നോക്കും. പിന്നെ പ്ലാന്റ് ഒക്കെ ആണെങ്കിൽ ഓക്കെ, ഇപ്പോൾ സൗദി അറേബ്യയിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പ്ലാന്റുകൾ ഉണ്ട്, ഇലക്ട്രിക്കൽ പ്ലാന്റുകൾ. അതൊക്കെ നമ്മൾ കൂടുതൽ ചെയ്യുന്നത് മൈക്രോ സ്റ്റേഷൻ സോഫ്റ്റ്വെയർ വെച്ചിട്ടായിരിക്കും. ഓക്കെ അപ്പൊ അങ്ങനെ ഓരോ കാര്യങ്ങൾക്കും ഓരോരോ സോഫ്റ്റ്വെയറുകൾ ഉണ്ട്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കൺസ്ട്രക്ഷൻ ഫീൽഡാണ്. പിന്നെ എന്തുണ്ട്? നേവിസ്വർക്സിന് പകരം യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയറുകൾ ഉണ്ട്. സിംഗ്രോ ഉണ്ട്, ഡൈനാമോ സോഫ്റ്റ്വെയർ ഉണ്ട്, ബ്ലൂ ബീം, അങ്ങനത്തെ ഒരുപാട് സോഫ്റ്റ്വെയറുകൾ ബിമ്മിന്റെ ഉണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ്? റിവെറ്റ് പ്ലസ് നേവിസ്വർക്സ്. റിവെറ്റിൽ തന്നെ ആർക്കിടെക്ചർ, സ്ട്രക്ചർ, MEP പ്ലസ് നേവിസ്വർക്സ്. ഓക്കെ, അപ്പൊ ഇതാണ് എന്ത് നമ്മളുടെ റിവെറ്റിന്റെ വെൽക്കം സ്ക്രീൻ എന്ന് പറയുന്നത്. ഇതാണ് ഇവിടെ എന്താണ് റീസെന്റ് ഞാൻ ചെയ്തിട്ടുള്ള കുറെ ഫയൽസ് ഒക്കെ ഇവിടെ ഒന്ന് എടുക്കുന്നുണ്ടാവും, കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടാവും. റീസെന്റ് ഫയൽസ് റിഫ്രഷ് ആയിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ല, കാരണം നമ്മളൊന്നും ചെയ്തിട്ടില്ല. ഓക്കെ, ചെയ്തിട്ടുള്ള പ്രൊജക്റ്റുകളൊക്കെ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒന്ന് എടുക്കുന്നുണ്ടാവും. ശരി, ഇനി ഇവിടെ 2 സെക്ഷൻ ആയിട്ടുണ്ട്. ഒന്ന് മോഡൽ സെക്ഷൻ, രണ്ടാമത്തേത് ഫാമിലി സെക്ഷൻ. ഇതെന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, മോഡൽ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് മോഡലാണ്? ആർക്കിടെക്ചർ മോഡലാണോ ചെയ്യാൻ പോകുന്നത്, സ്ട്രക്ചറൽ മോഡലാണോ ചെയ്യാൻ പോകുന്നത്, MEP മോഡലാണോ ചെയ്യാൻ പോകുന്നത്? ഈ 3 ഡിസിപ്ലിനും നമ്മൾ എന്താണ് ഡിഫറെന്റ് ആയിട്ടുള്ള ടെംപ്ലേറ്റുകളാണ് സെലക്ട് ചെയ്യേണ്ടത്. അതായത് ഞാനിപ്പോൾ ആർക്കിടെക്ചർ ആണ് വർക്ക് ചെയ്യാൻ പോകുന്നതെങ്കിൽ ഞാൻ ആർക്കിടെക്ചറിന്റെ ടെംപ്ലേറ്റ് വേണം ഓപ്പൺ ചെയ്യാനായിട്ട്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ പറയുന്നത്? ആർക്കിടെക്ചർ ടെംപ്ലേറ്റ് ഓപ്പൺ ചെയ്താലാണ് ആർക്കിടെക്ചറിന്റെ ഫാമിലീസ് അതിൽ ഡീഫോൾട്ട് ആയിട്ട് ലോഡ് ചെയ്തിട്ടുണ്ടാവുള്ളൂ. അപ്പൊ ആർക്കിടെക്ചറൽ എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വോള്, ഡോറ്, വിൻഡോ, ഫർണിച്ചർ, ഇതൊക്കെ ആർക്കിടെക്ചറൽ എലമെന്റ്സ് ആണ്. അപ്പൊ ഞാൻ ആർക്കിടെക്ചറൽ ടെംപ്ലേറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡീഫോൾട്ട് ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. ഓക്കെ, സ്ട്രക്ചറലാണെങ്കിൽ സ്ട്രക്ചറലിന്റെ ഫൂട്ടിങ്ങുകൾ, ബീമുകൾ, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും ഡീഫോൾട്ട് ആയിട്ട് ലോഡ് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ ഞാൻ എന്താണ്, എനിക്ക് ആർക്കിടെക്ചർ ചെയ്യണം, പക്ഷെ ഞാൻ സ്ട്രക്ചറൽ ടെംപ്ലേറ്റിലോ MEP ടെംപ്ലേറ്റിലോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ചില കാര്യങ്ങളൊന്നും എന്തുണ്ടാവില്ല, ആ ടെംപ്ലേറ്റിൽ ഉണ്ടാവില്ല. ഡീഫോൾട്ട് സെറ്റിംഗ് തന്നെ വ്യത്യാസം. ഓക്കെ, അതുകൊണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഏത് വർക്കാണോ ചെയ്യാൻ പോകുന്നത് ആ ടെംപ്ലേറ്റ് കറക്റ്റ് ആയിട്ട് ഓപ്പൺ ചെയ്യണം. പിന്നെ നമുക്ക് കൊളാബറേറ്റ് ചെയ്യാം, അത് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം എങ്ങനെ ചെയ്യേണ്ടത്, മൂന്നും കൂടിയിട്ട് എങ്ങനെ കൊളാബറേറ്റ് ചെയ്യാന്നുള്ളത്. ശരി, അപ്പൊ ഏത് മോഡലാന്നുള്ളതാണ് ഇവിടെ നമ്മൾ തീരുമാനിക്കുന്നത്. രണ്ടാമത്തെ സെക്ഷൻ എന്താണ്? ഫാമിലി. അതായത് ഒരു പ്രൊജക്ടിന്റെ ഉള്ളിൽ, ഒരു ആർക്കിടെക്ചർ ടെംപ്ലേറ്റിന്റെ ഉള്ളിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫാമിലീസ് ഏതൊക്കെയാണ്? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആർക്കിടെക്ചർ ആണെങ്കിൽ വോള്, ഡോറ്, വിൻഡോ, ഫർണിച്ചർ, സീലിംഗ്, സ്റ്റെയറുകൾ, ഇതൊക്കെ എന്താണ്? അതിന്റെ ഉള്ളിലത്തെ ഫാമിലീസ് ആണ്. ഈ ഓട്ടോകാഡും റിവെറ്റും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറയുകയാണെങ്കിൽ ഇന്റർവ്യൂ ക്വസ്റ്റൻ ആണ്, ചെറിയ ഇന്റർവ്യൂ ക്വസ്റ്റൻ ആണ്. റിവെറ്റ് എന്ന് പറയുന്ന ഒരു പാരാമെട്രിക് സോഫ്റ്റ്വെയർ ആണ്. എന്തുകൊണ്ട്? ഓട്ടോകാഡ് പാരാമെട്രിക് സോഫ്റ്റ്വെയർ ആണോ? അല്ലെങ്കിൽ എന്തുകൊണ്ട്? ഓക്കെ, ഏറ്റവും മിനിമം ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഈ ഓട്ടോകാഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു നോൺ പാരാമെട്രിക് സോഫ്റ്റ്വെയർ ആണ്, അല്ലേ? കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് പറയാണ്, ഒരു റെക്ടാങ്കിൾ വരച്ചിട്ട് ഞാൻ അത് ബ്ലോക്ക് ചെയ്തിട്ട് പറയാണ് പാനലാണെന്ന് പറയുകയാണെങ്കിൽ അത് പാനലാണ്, അല്ലേ? മറിച്ച് ഞാനൊരു വെന്റിലേഷൻ ആണെന്ന് പറയുകയാണെങ്കിൽ അത് വെന്റിലേഷൻ ആണ്. പക്ഷേ റിവെറ്റിൽ അങ്ങനെയല്ല. ഞാനൊരു വെന്റിലേഷൻ വെക്കുകയാണെങ്കിൽ ആ വെന്റിലേഷന്റെ ഹൈറ്റ്, വിഡ്ത്ത്, മെറ്റീരിയൽ, എല്ലാ പ്രോപ്പർട്ടീസും എനിക്കതിൽ ഉണ്ടാവണം. ഒരു ഇലക്ട്രിക്കൽ പാനൽ ഞാൻ വെക്കുകയാണെങ്കിൽ ഇലക്ട്രിക്കൽ പാനലിന്റെ എന്താണ് കണക്ടേഴ്സ്, അതിന്റെ കണക്ഷൻ പോയിന്റുകൾ, അതിന്റെ വോൾട്ടേജ് റേഞ്ച്, എല്ലാ കാര്യങ്ങളും അതിൽ ഉണ്ടാവണം. എന്നാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് വർക്ക് ചെയ്യുള്ളൂ. അതാണ് എന്ത് പാരാമെട്രിക് എന്ന് പറയുന്നത്. മാത്രമല്ല ഞാൻ എന്ത് ചെയ്യണം, ഞാനൊരു വോൾ എടുത്തു, ആർക്കിടെക്ചറിലത്തെ ഒരു വോൾ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വരച്ചിട്ട് ഞാനൊരു 100 സെന്റിമീറ്ററിന്റെ ഒരു ബോൾ വരച്ചിട്ട് ചെയ്യാണ്. ഈ 100 സെന്റിമീറ്ററിന്റെ ബോളിനെ സെലക്ട് ചെയ്തിട്ട് ഞാൻ അതിനെ 200 എന്ന് പറഞ്ഞിട്ട് മാറ്റുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് അപ്പൊ തന്നെ അത് 200 മാറും, അല്ലേ? പക്ഷെ ഓട്ടോകാഡിൽ നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പൊ ഞാൻ 100 ഒരു ലൈൻ വരച്ചിട്ട് ആ ലൈനെ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്, വേറൊരു ഓപ്ഷനും ഇല്ല. ഒന്നില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, രണ്ടാമത് 200 വരയ്ക്കണം, അല്ലെങ്കിൽ 100നെ സ്ട്രെച്ച് ചെയ്തിട്ട് 200ലേക്ക് മാറ്റണം. അല്ലാതെ ഓട്ടോമാറ്റിക് ആയിട്ട് അത് മാറില്ല. അപ്പൊ റിവെറ്റ് എന്ന് പറയുന്നത് ഒരു പാരാമെട്രിക് സോഫ്റ്റ്വെയർ ആണ്, പ്ലസ് ഇന്റലിജൻസ് സോഫ്റ്റ്വെയർ ആണ്. പിന്നെ വേറൊരു കാര്യം ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞു വെക്കാം. കാരണം ഓട്ടോകാഡിൽ നിങ്ങൾ എന്ത് വരച്ചു? പ്ലാനിൽ ഒരു ഡോർ വരച്ചു വെച്ചു, സെക്ഷനിൽ ഒരു ഡോർ വരച്ചു വെച്ചു, എലിവേഷനിൽ സെയിം ഡോർ വരച്ചു വെച്ചു. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാണ്? പ്ലാനിൽ നിന്ന് ആ ഒരു ഡോറിനെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. പക്ഷേ സെക്ഷനിൽ നിന്നും എലിവേഷനിൽ നിന്നും അത് പോയിട്ടുണ്ടാവില്ല. കാരണം ഓട്ടോകാഡിന് എന്തിൽ അറിയില്ല, ഇന്റലിജൻസ് സോഫ്റ്റ്വെയർ അല്ല. കാരണം ആ ഒരു ഡോർ പോയി എന്നുള്ളത് മനസ്സിലാക്കാനായിട്ടുള്ള കഴിവ് ഓട്ടോകാഡിനില്ല. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യണം? പോയിട്ട് അത് ഡിലീറ്റ് ചെയ്ത് കളയണം. പക്ഷെ റിവെറ്റിൽ നിങ്ങൾ നോക്കിക്കോ, പ്ലാനിൽ നിങ്ങളൊരു ഡോർ വെച്ചു, എലിവേഷനിൽ നിങ്ങളൊരു ഡോർ വെച്ചു, സെക്ഷനിൽ നിങ്ങളൊരു ഡോർ വെച്ചു, നിങ്ങളുടെ ക്വാണ്ടിറ്റി ടേക്ക് ഓഫിൽ നിങ്ങൾക്ക് ആ ഡോർ കിട്ടി. നിങ്ങൾ പ്ലാനിൽ നിന്ന് ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യാണ്? ആ ഒരു ഡോർ ഡിലീറ്റ് ചെയ്ത് കളയുകയാണെങ്കിൽ എല്ലാത്തിലും ആ അപ്ഡേറ്റ് വന്നിട്ടുണ്ടാവും, ഓൺ ദ സ്പോട്ടിൽ വന്നിട്ടുണ്ടാവും. കാരണം എന്താണ്? റിവെറ്റ് ഒരു ഇന്റലിജൻസ് സോഫ്റ്റ്വെയർ ആണ്. റിവെറ്റിന് ബുദ്ധിയുണ്ട് മനസ്സിലാക്കാനായിട്ട്.
അതുകൊണ്ടാണ് അതിന്റെ ബിം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ശരി, അതൊക്കെ നമുക്ക് എന്തിൽ വരുന്നുണ്ട്, പോകെ പോകെ നമുക്ക് ഓരോരോ കാര്യങ്ങൾ ക്ലിയർ ആവും. ഇപ്പോൾ എന്ത് ചെയ്യുക, ഫാമിലീസ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ യൂസ് ചെയ്യുന്ന ഫാമിലീസ്. അതിപ്പം മെക്കാനിക്കലിലാണെങ്കിൽ നമുക്ക് മെക്കാനിക്കൽ ഇക്വിപ്മെന്റ്, HVACയുടെ ഡക്റ്റുകൾ, എയർ ടെർമിനൽസ്, വാൽവുകൾ, പമ്പുകൾ, ഇതൊക്കെ ഓരോ ഫാമിലീസ് ആണ്. സ്ട്രക്ചറിലാണെങ്കിൽ ഫുട്ടിങ്, ട്രസ്, എല്ലാതും ഫാമിലീസ് ആണ്. അപ്പൊ അതാണ് ഫാമിലീസ്. സ്വന്തമായിട്ട് നമുക്ക് ഫാമിലി ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അതാണ് ഈ ഫാമിലി ക്രിയേഷൻ എന്ന് പറയുന്ന ഈ ഒരു സെക്ഷൻ. ഇനി ഞാനിവിടെ എന്താണ്, ആർക്കിടെക്ചർ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അല്ലെ. കാരണം ആർക്കിടെക്ചർ ഡ്രോയിങ് ഉണ്ടെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, MEP ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്താണ്, ആർക്കിടെക്ചറാണ് ആദ്യം പഠിക്കാൻ പോകുന്നത്, അതാണ് ഞാൻ ആദ്യം പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാണ് ഇവിടെ ഇനി പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിലെ ഓരോ കാര്യങ്ങളും ഫാമിലീസ് ആണ് റിവെറ്റില്. വോൾ എന്ന് പറയുന്ന ഒരു ഫാമിലി, ഡോർ എന്ന് പറയുന്ന ഒരു ഫാമിലി. ഇത് നിങ്ങൾക്ക് കൊണ്ടുവയ്ക്കാം, നിങ്ങളുടെ പ്രൊജക്റ്റിലേക്ക് കൊണ്ടുവച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ അളവുകൾ മാറ്റാം, അതിന്റെ മെറ്റീരിയൽസ് ചേഞ്ച് ചെയ്യാം, എഡിറ്റിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പൊ RAC അല്ലെങ്കിൽ RVT 2 ഫോൾഡർ ഉണ്ടാവും. ഓക്കെ, ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. സിവിലുകാർ സാധാരണ RAC ഫോൾഡറാണ് യൂസ് ചെയ്യുക. RVT ഫോൾഡർ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് MEP ആയിരിക്കും. അപ്പൊ നമ്മൾ ബിം ആയതുകൊണ്ട് എന്താണ്, ഇതെല്ലാതും നമ്മൾ പഠിക്കുന്നുണ്ട്, അതുകൊണ്ട് രണ്ടും നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇപ്പോൾ എന്ത് വന്നിട്ടുണ്ട്, നമ്മളുടെ ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് വന്നിട്ടുണ്ട്. എന്തിന്റെ, റിവെറ്റിന്റെ. സാധാരണ ഏകദേശം ഓട്ടോകാഡ് പോലെ തന്നെയാണ്, 1-2 ബോക്സുകൾ കൂടുതലുണ്ടെന്നേ ഉള്ളൂ.